ചന്ദ്രാധിഷ്ഠിത രാശി വെച്ച 11 അപ്പൊ ഇത്രയും കാര്യങ്ങൾ 6 സാക്ഷികളെ വിസ്തരിക്കുന്ന സമയത്ത് 5 സാക്ഷികളും ദേവൻ അനുകൂല, ഒരു സാക്ഷി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് ലഗ്നനവാംശത്തിൽ നിന്നാണ് 12-ലായി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്നാലും നിരന്തരോദ്യതാഭാന കസ്യാദി ഉദയസ്ഥത തഥാപി ആരൂഢവാച യാത്തതോസ്യവ പ്രധാനത. ആരൂഢത്തിൽ നിന്നാണ് പ്രാധാന്യത്തെ കൽപ്പിക്കേണ്ടതെന്നാണ്. മറ്റൊക്കെ ലക്ഷണകഥനത്തിൽ പറയുന്നതാണ്. 6 സാധനങ്ങളെ ചിന്തിച്ച് നമ്മൾ പറഞ്ഞോളുന്നാണ്. അപ്പോൾ ഈ ധന്വന്തരി ക്ഷേത്രത്തിലേക്ക് ഈ 6 സാധനങ്ങളിൽ ഒരു സാക്ഷി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് സമാധാനം എന്ന് വെച്ചാൽ ആരൂഢത്തിൽ 4 വ്യാഴം പ്രസാദിച്ചിട്ടുണ്ട്. 4 എന്ന് വെച്ചാൽ ക്ഷേത്രമാണ്, വ്യാഴപ്രസാദ്. അത് നന്നായി അല്ലേ. മകരൻ രാശി ഉദയവും അതന്നെ വന്നു. നിരന്തരോദ്യതാം അല്ല നിത്യം ലാളയതി സുതാരതനയ ധർമ്മധ്വജോ അധകൃഷ എന്നല്ലേ. അപ്പം നിത്യം ലാളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയല്ലേ വേണ്ടത്. അപ്പൊ ലാളന കമ്മിയാകും. ഇടിമലിയുള്ള രാശിയെ ഒരു വൈകല്യമുള്ള രാശിയാണല്ലോ മകരം. അക്രമേണം മൃഗാസ്യം എന്ന് പറഞ്ഞാൽ മാനും മുതലും കൂടി പിടിവലി കൂടുന്ന രാശിയാണ്. ആ പിടിവലി അപ്പൊ ഇവിടെ ഈ ആരൂഢവതി തന്നെ അല്ലേ, ബലവാനാണെങ്കിലും ബാധയിൽ സ്ഥിതി ചെയ്യുന്നു. ശരാണാം കുംഭ അതിന്റെ ആശ്രയഫലം സ്വക്ഷേത്രേ മലിന മലിനതകളെ മാലിന്യുണ്ട് നേരാക്കി എടുക്കേണ്ടതാണ്. സ്വക്ഷേത്രയെ മലിന ആരൂഢത്തിൽ. പിന്നെ നമുക്ക് അടുത്ത് നോക്കേണ്ടത് സൗമ്യാനാം ഉദയം ച, സൗമ്യന്മാരുടെ ഉദയം. എന്നാലും വ്യാഴത്തിന്റെ നവാംശ ദൃഷ്ടി, രാശി ദൃഷ്ടിഫലം തത് അംശകേഷ യോജയിൽ. അപ്പോ ആ രാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. സത്യത്തില് സ്വർണാംശത്തിന് ബലമുണ്ടോ? അല്ല, ആരൂഢത്തിന് ബലമുണ്ടോ? ആരൂഢത്തിന് ബലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൂഢാധിപതി ശനി ബലവാനാണ്. ആരൂഢത്തിൽ ഗ്രഹമില്ല. ശുഭഗ്രഹങ്ങളുടെ ബന്ധം ആരൂഢപതി ബലവാനാണെന്ന് മാത്രമേ. ആരൂഢത്തിന് ബലമുണ്ടോ വെച്ചാൽ ഇല്ല എന്നല്ലേ പറയുന്നത്. അതിൽ മറ്റൊന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ആരൂഢാധിപനായിട്ടുള്ള ശനിക്ക് ഗുളികയോഗ അങ്ങനൊരു അപവാദം ഉണ്ടല്ലോ. ഗുളിക ഭവനാധിപനാണ്. അപ്പൊ ഇവർ രണ്ടാളും കൂടി വരുമ്പോഴാണല്ലോ ദോഷം പറഞ്ഞത്. ശനി മാത്രമല്ല, ശനിയോട് കൂടെ ഗുളികം വരുമ്പോ അതിദോഷത്തെ കാണിക്കുന്നതായിട്ടുള്ള നിയമമാണല്ലോ. അപ്പൊ പ്രധാനമായിട്ട് എടുക്കേണ്ട കഥ പാപഗ്രഹങ്ങളുടെ ബന്ധമൊന്നുമില്ലെങ്കിലും ശുഭഗ്രഹങ്ങളുടെ ബന്ധമൊന്നുമില്ലാതെ ഒരു ദുർബലമായ രാശി, അവിടെ കുട്ടി സ്വർണം വയ്ക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. ആ കുട്ടി 12 രാശിയിൽ മകരം രാശി തന്നെ തെരഞ്ഞെടുത്തുള്ളൂ. മകരം മൃഗനക്ര രാശിയാണ്, പിടിമലിയുള്ള രാശിയാണ്. അങ്ങനെ ഒട്ടും തന്നെ ബലമില്ലാത്തൊരു രാശി കുട്ടി സെലക്ട് ചെയ്യണമെങ്കിൽ, കുട്ടി തീരുമാനിക്കണമെങ്കിൽ ഇവിടെയുള്ള പ്രധാന ദേവനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരിതങ്ങളാണോ? പൂർണ്ണമായിട്ടുണ്ടല്ലോ. കാരണം ഇവിടെ ജീവസ്തു നാരായണ എന്ന് പറയുന്നത് ലഗ്നരാശി സ്വയം ഭ്രഷ്ട. ലഗ്നരാശി സ്വയം ഭ്രഷ്ട. ദുരിതാധിപനായിട്ടുള്ള വ്യാഴാണ് ആലോചിക്കുന്നത്. ഇപ്പൊ ദുരിതങ്ങളിലാണ് കിടക്കുന്നത്. അനവധി ദുരിതങ്ങളുണ്ട് എന്നാണ്. ഒന്ന് മാത്രമല്ല, പലതരത്തിലും ദുരിതങ്ങളെ കാണിക്കുന്നതായിട്ടുള്ള രാശിയാണുള്ളത്. അപ്പോ അത് എന്താ വെച്ചാൽ എന്താണ് ദുരിതം, എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ആദ്യം ആരൂഢത്തിനെ വിലയിരുത്തുന്ന സമയത്ത് ആരൂഢനാണല്ലോ ജീവബിന്ദു. ആരൂഢത്തിൽ നിന്നാണോ നമ്മൾ ആരംഭിക്കുന്നത് അന്വേഷണം.
അങ്ങനെ വരുന്ന സമയത്ത് ഒരു ദുർബലമായ രാശി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള പ്രധാന ചൈതന്യത്തിലുണ്ടാകുന്ന അപാകതകൾ അതൊരു പ്രധാന ന്യൂനതയാണ് എന്നും ഈ ദുർബലമായ ഒരു സാധനത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരൂഢത്തിനും തൽപ്പതിക്കും കാരകാഖ്യ ഗ്രഹത്തിനും അങ്ങനെ തന്നെ ആരൂഢത്തിനും തൽപ്പതി ശരിയാണ്. അതെ, ആ ശരിക്ക് ഗുളിക യോഗമാണ്. അപ്പൊ ആരൂഢത്തിന് ബലമില്ല. തൽപതിക്ക് ഗുളികയോഗം വന്നതോടുകൂടെ അധോമുഖരാശിയിലെ സ്ഥിതി ലഗ്നേശോ യതി കേന്ദ്രക ബലീരാശോചരേ ചംശകി പ്രശ്ന സ്വസ്ഥഗത. ഇപ്പൊ ലഗ്നാധിപതി ആരൂഢവതി ബലവാനാണെങ്കിലും കേന്ദ്രസ്ഥനല്ല. അപ്പൊ ഈ ദേവത ഒന്ന് സ്വസ്ഥനാണെന്ന് പറയാൻ സ്വസ്ഥനല്ല, സ്വസ്ഥത ഉണ്ട്. ശനിയായതുകൊണ്ട് നേരത്തെ പറഞ്ഞ സ്വക്ഷേത്രയെ മലിനാന്ന് പറഞ്ഞില്ലേ, മാലിന്യം അതിനകത്ത് മാലിന്യങ്ങളുണ്ട്, മലിനപ്പെട്ടുകൊണ്ടിരിക്കുക. ആരൂഢപതി തന്നെ സ്വയം പാധാരാശിയിലെ സ്ഥിതിയായി ദുഃഖത്തിലാണല്ലോ അല്ലേ. ആരൂഢാദിക്ക് പറഞ്ഞിരിക്കുക അത്ര ദുഃഖ ശബ്ദേന ശവാശൗചദീക്ഷ ബന്ധുനാശവ്യാധി മരണാദിയോ വിമത ഉച്ചതേ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത്ര ദുഃഖ ശബ്ദേന ശനിയുടെ സ്വഭാവമാണല്ലോ പറഞ്ഞത്. അത്ര ദുഃഖ ശബ്ദേന ശവാശൗച ആശൗചം വരിക, പുനഃവരിക, ശവാശൗച ദീക്ഷ ദുഃഖാചരണങ്ങൾ വരിക. അത്ര ദുഃഖ ശബ്ദേന ശവാശൗച ദീക്ഷ ബന്ധുനാശവ്യാധി മരണാദിയോ വിമത ഉച്ചതേ തന്നെ. ബന്ധുനാശം, വ്യാധികൾ, വ്യാധിയിൽ പെട്ടിട്ടല്ലേ പിരിക്കുന്നത്. വ്യാധിയാണ് ദേവന്. അപ്പൊ അതൊക്കെ ഉണ്ട്. താമ്പൂരും അതന്നെ വന്നു, ശനിന്നെ വന്നു, രണ്ടും വന്നല്ലോ. ആരൂഢവും മകരന്റെ ശനിക്ഷേത്രം, താമ്പൂരവും ശനിക്ഷേത്രം. അപ്പൊ അതാണ് പ്രധാന വിഷയം. അതാണ് മാലിന്യപ്പെട്ടു കിടക്കുകയാണ്, ദുഃഖത്തിലാണ് എന്നുള്ള വിഷയമാണ്. ഈ ശനിയുടെ രണ്ട് രാശിയും താമ്പൂലം പ്രധാനമായിട്ട് തമസി ഒരു ഇരുട്ടിനെ സൂചിപ്പിച്ച രണ്ട് രാശികളാണ്. ഒരു തെളിച്ചല്യായ്മ, അത് ഇരുട്ടത്താണ്, തമസിയാണല്ലോ അത്, ഇരുട്ടത്തായിരിക്കുന്നത്. പിന്നെ ഈ നവാംശക ദൃഷ്ടി വ്യാഴത്തിന്റെ അതിനെങ്ങനെ വിലയിരുത്തുന്നതാണ്. അതിനെങ്ങനെ വിലയിരുത്താനാ? അതാ. പിന്നെ അടുത്തത് നമ്മളെ അതിൽ പറഞ്ഞ എന്താ, സൗമ്യാന ഉദയിച്ച ദൃഷ്ടി പരാചാര്യ സ്ഥിതിച്ചത് ഭാവേച്ച അഭിപതേ തദേതരകാഹ ദേവസ്യ അനുഗ്രഹം ബ്രൂയുഹു. ഇങ്ങനെ വന്നാൽ ആ ദേവന്റെ അനുഗ്രഹം ഉണ്ട്. അങ്ങനെ ഇല്ല. പാപദൃഗാനില അനവധി സ്ഥാനസ സർവഗ്രഹാഹ കോപം ഭാവം. അപ്പോ രണ്ടാം ഭാവം, മൂന്നാം ഭാവം, രണ്ടാം ഭാവം ഭരണസമിതി രക്ഷകസ്ഥാനം, മൂന്നാം ഭാവം നിവേദ്യം, പിന്നെ 9ാം ഭാവത്തിൽ കേതു, 11ാം ഭാവത്തിൽ ചൊവ്വ സൂര്യൻ. ഇവരൊക്കെയാണല്ലോ പ്രതികൾ അല്ലേ. അപ്പൊ ശക്തമായിട്ടുള്ള ദുരിതദോഷങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നു. പിന്നെ അടുത്ത എന്താ പറഞ്ഞ ലഗ്നാൽ പഞ്ചമ ലഗ്നരന്ധ്ര പദയ തന്യോട് സമ്പന്നനോ ബിംബസ്യ അമിത തേജസ പ്രതിദിനം. ലഗ്നാൽ പഞ്ചമ ലഗ്നരന്ധ്ര പദയ അല്ലെ, ഒരു ബന്ധവും ലഗ്നാൽ പഞ്ചമലഗ്നരന്ധ്ര പദയ തന്യോട് സമ്പന്നനോ ബിംബസ്യ അമിത തേജസ പ്രതിദിനം സാന്നിധ്യപൂർണ്ണ സ്ഥിതി. പിന്നെന്താ സൗമ്യശ്ചേത് പ്രഭവന്തി ശോഭനകരാഹ ഭക്താഭിമുഖ്യപ്രദാഹ പാപശ്ചേത് പ്രഭവന്തി അശോഭനകരാഹ നീചാരികാവായതി. അപ്പൊ അതുമില്ല. സൗമ്യശ്ചേത് പ്രഭവന്തി ശോഭനകരാഹ, അപ്പൊ ഭക്താഭിമുഖ്യപ്രദാഹ, ഭക്തന്മാർക്ക് എങ്ങനെയാണ് ദേവൻ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അത് അനുഗ്രഹത്തിലല്ല അല്ലേ. ഭക്താഭിമുഖ്യപ്രദാഹ പാപശ്ചേത് പ്രഭവന്തി അശോഭനകരാഹ, ആ ഇങ്ങനല്ലേ വരുള്ളൂ ശുഭനും പാപനും. അപ്പൊ അതിന് അവസാനം പറഞ്ഞ ആചാര്യ നീചാരികാവ യതി, ആ ഗ്രഹത്തിന് നീചമോ ശത്രുക്ഷേത്രസ്ഥിതിയോ ഉണ്ടെങ്കിൽ അശോഭനകരാഹ, അശോഭനമാണ്. അപ്പൊ അതിന് ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ എന്താ പറഞ്ഞത്? സാന്നിധ്യപതി തേജസ്സും സാന്നിധ്യപതി നീജസ്ഥിതി നീചാരികാവ യതി ഒന്നല്ലോ, പഞ്ചമലഗ്നരന്തര പറയാ. അപ്പൊ അവിടെയും ദോഷമായിട്ടാണ് അല്ലേ? ഇവിടെ എല്ലാവരുടെയും നെഗറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. തിരിച്ചേട്ടാ ഒരു ആദ്യം വേറെ രൂപത്തിൽ സങ്കല്പിച്ചിട്ട് പിന്നീട് അതിനെ മൃഗാനന ചാപതരശ്ച പങ്കൂന്നല്ലേ അല്ലേ? മൃഗാനന ചാപതരശ്ച പങ്കു എന്ന ഒരു ഭാഗത്ത് പറഞ്ഞില്ലേ? ആ, മകരരാശിക്ക് പങ്കുത്വമുണ്ട് എന്ന് പറഞ്ഞല്ലോ, ചാപതരശ്ച പങ്കു. അപ്പോ മകരൻ രാശിക്ക് പങ്കുത്വമുണ്ട്. ഇത് സാന്നിധ്യ മഹാബാധല്ലേ ശരത്തിന്. അപ്പൊ ശരിക്കും പറയാ ഇവിടത്തെ ഈ ക്ഷേത്രം എന്നൊരു മലയാളത്തിൽ പറഞ്ഞാൽ ഒരു കുടത്തിൽ വെച്ച വിളക്കാണ് അല്ലേ? കുംഭത്തിലാണല്ലോ, കുടത്തിന്റെ ഉള്ളിൽ വെച്ച വിളക്കാണ്, പുറത്തേക്ക് പ്രകാശമില്ല. ആരൂഢതീശ്വര ആരൂഢ രാശ്യം ശബ്ദ ചിന്തയാൽ ഏതദ്വയസ സമ്പാദി സതിസ്യ ലക്ഷണം ദൃഢമല്ലേ? ആരൂഢത്തിനെ പോലെ ആരൂഢാതീതയും ചിന്തിക്കാൻ പറഞ്ഞില്ലേ? അതും തന്നെ ദോഷമാണ് അല്ലേ? കുംഭസിദേവത കൂർമ്മ നമ്മള് ഇരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മള് പൗഷ്ടികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നല്ലേ? ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇവിടെ വിഷയം. പലതരത്തിലുള്ളതായിട്ടുള്ള അശുദ്ധിയും കാണിക്കുന്നതാണ്. ആരൂഢാധിപരും ഗുളികന്റെ ബന്ധം എന്നതാണല്ലോ പ്രധാന ദോഷത്തെ പറഞ്ഞത്. നേരെ വെച്ച് കുംഭാവിശേഷമൊന്നുമില്ല, ഇതൊന്നുമല്ല. അതാണ് എല്ലാവർക്കും ദോഷത്തെ കാണിക്കുന്ന ലക്ഷണമാണല്ലോ. പ്രദേശത്തിനും ദോഷം, പ്രദേശവാസികൾക്കും ദോഷം, അങ്ങനെയുള്ളതായിട്ടുള്ള ദോഷങ്ങൾ അമൃതിയാണ്. അത്ര ദുഃഖ ശബ്ദേന എന്ന് പറഞ്ഞില്ലേ? ശരിക്കും